നമസ്കാരം. എല്ലാവർക്കും കറി ലീവ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അയല മീൻ അവിച്ചതാണ്. അപ്പോൾ ഈ റെസിപ്പി വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന്റെ മുന്നേ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ല ഫ്രഷ് അയലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം നമുക്ക് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കാം. അയല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 15 മുതൽ 20 വരെ വെളുത്തുള്ളി അല്ലി, ഒരു പിടി കുരുമുളക്, എരിവിനനുസരിച്ച് എടുക്കാം. പച്ചമുളകും എരിവിനനുസരിച്ച് എടുക്കാം. അപ്പം നമ്മൾ മുളക് പൊടിയും ചേർക്കാത്തതായതുകൊണ്ട് അത്യാവശ്യം പച്ചമുളക് എടുക്കുന്നതാണ് നല്ലത്. മഞ്ഞപ്പൊടി ഒരു 2 ടീസ്പൂൺ. ഇത്രയാണ് നമുക്ക് അവിക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഈ സവാളയും തക്കാളിയും നമുക്ക് നീളത്തിനൊന്ന് അരിഞ്ഞെടുക്കണം, നൈസായിട്ട്. അതുപോലെ തന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ചേർത്തൊന്ന് നന്നായി ചതച്ചെടുക്കണം. ഇതപ്പം ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും സവാളയും തക്കാളിയും കൂടെ മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചതും ഈ മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇനി നമ്മൾ അവിക്കാൻ എടുക്കുന്ന എന്താണോ ചട്ടിയാണോ അതിലേക്ക് താഴെ നമ്മൾ അടിയിൽ നന്നായിട്ട് ഈ മിക്സ് ചെയ്ത് സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ അയലമീൻ വെച്ചെടുക്കാൻ. അപ്പം ഞാനിപ്പം 4 അയലമീനാണ് എടുക്കുന്നത്. അതുകൊണ്ട് 2 എണ്ണം ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും ഈ ഉള്ളിയും തക്കാളിയും മിക്സ് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. ഈ മീൻ കാണാത്ത രീതിയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത 2 അയലയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഈ അരപ്പ് ഇട്ട് കൊടുക്കണം. അതും ഈ മീൻ കാണാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ കംപ്ലീറ്റ് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിച്ചെടുക്കാം. അപ്പം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും കരിയുന്ന പേടിയുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത് കണ്ടോ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേവാനായിട്ട്. അപ്പോൾ ഈ വെള്ളം ലാസ്റ്റ് വറ്റി വരണം. അപ്പോഴാണ് ഇത് കറക്റ്റ് വേവായിട്ട് കിട്ടുന്നത് നമുക്ക്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുന്നത്. അതുവരെ നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. എങ്കിലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, കരിഞ്ഞൊന്നും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം ഇതാ അയലയിലെ വെള്ളം എല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഇനി വറ്റാനുള്ളൂ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ച് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഇതാ ഒരു 2-3 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പം തുറന്നു നോക്കിയപ്പോൾ വെള്ളം എല്ലാം വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം എന്നും നമ്മൾ അയല കറി വെച്ച് പൊരിച്ചൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പം ഇതൊരു വെറൈറ്റിയാണ്. അപ്പം ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിന്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ, കപ്പയുടെ കൂടെ, കപ്പ അവിച്ചതും ഈ അയല അവിച്ചതും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.